പേടിച്ചുപോയി. അതെ, നമ്മുടെ ഈ ബെഡ്റൂമിൽ ഞാനല്ലാതെ വേറെ ആരും വന്ന് ഈ കൃത്യം ചെയ്യില്ലല്ലോ. അപ്പൊ അത്രയ്ക്ക് പേടിക്കൊന്നും വേണ്ട. ഞാൻ കാത്തിരുന്നതാ, പിന്നെ ഉറങ്ങിപ്പോയി. അതിനെന്താ? അല്ല, ഇതാരെ കാണാൻ ഈ രാത്രി തന്നെ പോയത്? ഞാൻ പോയത് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയാ. നോക്കാം എങ്ങനെയുണ്ട്. ഇതൊക്കെ എന്താ? ഇതൊക്കെ കണ്ട എന്താന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊന്നും തനിക്ക് ആയിട്ടില്ല അല്ലേ? ഇത് ഡ്രസ്, അത് ആഭരണങ്ങൾ. ഇതെന്തിനാ ഇപ്പോ? ഇത് വാങ്ങിക്കാനാണോ പുറത്തു പോയത്? അതെ, അത് എന്റെ ഒരു വാശിയ. തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏട്ടത്തിൽ തട്ടിപ്പറിച്ചു അറിഞ്ഞപ്പോഴേ അതിന് പകരം തനിക്കൊരു ഗിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതെ, കട പൂട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. പിന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് സമാധാനമായി. ഇത്രയ്ക്ക് വാശി വേണമായിരുന്നോ? അങ്ങനത്തെ ചില വാശികളാ മോളെ മനുഷ്യനെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അതെനിക്കറിയില്ല. പക്ഷേ ഈ ഡ്രസ്സിനും ആഭരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയൊരു ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താ? ഈ നിൽക്കുന്ന ആള് തന്നെ. ഇതിനപ്പുറത്തേക്ക് എന്താ മിസ്റ്റർ എനിക്ക് വേണ്ടത്? സ്നേഹം കൊണ്ട് പൊതിയാനും സംരക്ഷണം കൊണ്ട് കാക്കാനും നല്ല വാക്ക് പറഞ്ഞു തരാനും ഇതിനേക്കാളും നല്ല കൂട്ട് വേറെ ആർക്കും കിട്ടിക്കാണില്ല. മതി 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 മതി. കൂടുതൽ പോഴ്ത്തിയാലേ ചിലപ്പോ ഞാൻ അഹങ്കരിച്ചു പോകും. അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ സത്യം. ദൈവം എനിക്കായിട്ട് തന്നതാ, എനിക്കായിട്ട് പിറവിയെടുത്തതാ. താങ്ക് യു. ഞാനും താനും പറയുന്നതിന് മുമ്പ് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, അവള് നിനക്ക് വേണ്ടിയും നീ അവൾക്ക് വേണ്ടി വന്നു. ഈ മൂത്തവരുടെ ചൊല്ല് പാഴായി പോയില്ല.